ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സൺഡേ വ്ളോഗാണ്. ശ്രീകുട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കാണാത്തവർ കണ്ടോളാം. അവൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെ വെച്ച് ഉണ്ണി വളർന്നല്ലോ എന്ന് പറഞ്ഞ ഒരു വീഡിയോ കേട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഓളെന്ന ഓപ്ഷൻ അമർത്താനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഞാനിങ്ങനെ പറയാണ്ടാകുമ്പോഴേ അൺസബ്സ്ക്രൈബ് ചെയ്യില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഇന്ന് ശ്രീകുട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പം ഞാൻ പക്ഷേ തലവേദന വെച്ചാൽ എന്താണെന്ന് എനിക്ക് 2 ആഴ്ചയായി ഷോർട്ട് വീഡിയോകളൊന്നും ശരിക്കിടാൻ പറ്റണില്ല. കാര്യങ്ങളങ്ങനെ നമ്മുടെ വലിയ വീഡിയോ അങ്ങനെ ഇട്ട് പോകണമെന്ന് മാത്രം. ചിലപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാണ്ട് പണികൾ എടുക്കാൻ വെച്ചാൽ നമുക്ക് പിന്നെയും പണികൾ എടുക്കാൻ പറ്റും. ഷൂട്ട് ചെയ്തും ജോലി ചെയ്യലാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നെന്തായാലും ശ്രീകുട്ടൻ്റെ പിറന്നാളല്ലേ, അപ്പോൾ പച്ചക്കറിയാണ്. അപ്പോൾ ഒരു കുഞ്ഞൊരു സദ്യയാണ്. അപ്പോൾ നമുക്ക് സദ്യ ഉണ്ടാക്കാൻ പോകാം. കാലത്ത് ചേട്ടൻ ചോറ് വെച്ചു, പിന്നെ ആദ്യത്തിന് മുട്ട പൊരിച്ച് ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു വിട്ടു. ഞാനിത്തിരി ചമ്മന്തി, എനിക്ക് തലവേദന ചെയ്യാൻ മസാലകളൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇത്തിരി പുളിയൊന്നും ഇല്ലാത്ത ചമ്മന്തി അരച്ചിട്ട് ഇത്തിരി ചോറുണ്ട്. കുറച്ച് നേരമൊക്കെ കിടന്ന് ഇപ്പോഴും കിടക്കാനാണ് തോന്നണത്. പക്ഷെ അവൻ്റെ പിറന്നാളല്ലേ, അപ്പോൾ എനിക്കങ്ങോട്ട് സമാധാനം കിട്ടണില്ല. എൻ്റെ ഒരു സ്വഭാവമാണത്. എനിക്കായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാണ്ട് എനിക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ. അങ്ങനെ ഒരു പൊട്ട സ്വഭാവമാണത് കേട്ടോ. ചില നേരത്തൊക്കെ നല്ലതാണെന്ന് തോന്നുന്നെങ്കിലും അതൊരു മോശം സ്വഭാവമാണ്. നമുക്ക് സെൽഫ് ലവ് കുറച്ചും കൂടി സെൽഫ് ലവും കൂടി വേണം. പക്ഷേ എനിക്കത് ഇല്ലയെന്നല്ല, എന്നാലും എന്താ പറയുക, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിച്ചിട്ട് സമാധാനമായിട്ട് ഇവിടെ കിടന്നാലാണ് എനിക്ക് സമാധാനം. പിന്നെ ഇന്നലെ രാത്രി ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ വെള്ളിയാഴ്ച ഇടാം കേട്ടോ. എന്താ വെച്ചാൽ വെള്ളിയാഴ്ച വീഡിയോ ഇടുമ്പോഴല്ലേ കൂട്ടുകാർക്ക് ആ വീക്കെൻഡ് ക്ലീനിങ്ങിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കാരണമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നെന്തായാലും സൺഡേ വ്ളോഗ് ആക്കാം. പിന്നെ എന്തിട്ടാ പറയാവുന്ന അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള വിശേഷം. ഇപ്പോൾ അതാ എഴുന്നേറ്റൊന്നും കുളിച്ച് ഒരു ഉഷാറായിട്ടുണ്ട്. തലമുടി കൂടെ കിട്ടിച്ചു. എങ്ങനെയുണ്ട് ഈ സ്ലൈഡ് ഇട്ടപ്പോൾ ഓഫീസിൽ വെച്ച് ഇട്ടപ്പോൾ ഇതിമൊരു LED ബൾബും കൂടി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അവരൊക്കെ കളിയാക്കി തന്നെ. പക്ഷെ എനിക്ക് ബസ്സിൽ കുട്ടികളൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലെങ്കിലും ഇടാമല്ലോ. അപ്പോൾ അവരങ്ങനെ പറയാൻ പിന്നെ ഞാൻ ജോലിക്ക് മുമ്പൊന്നും ഇട്ടില്ല. അപ്പോൾ ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, എൻ്റെ കുഞ്ഞു സന്തോഷങ്ങളൊന്ന് പറയണമെന്നുള്ളൂ കേട്ടോ. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. പെട്ടെന്ന് തന്നെ അടുക്കളയിൽ ജോലി കഴിച്ച് ഇവിടെ ഒന്ന് കിടക്കണം എന്നാണ് ഇന്നത്തെ ഒരാഗ്രഹം. മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ പണിയുണ്ട് കേട്ടോ, വൃത്തിയാക്കാനും. അന്ന് പുല്ലിന് മരുന്ന് അടിച്ചിട്ടേ പുല്ലൊക്കെ അത്യാവശ്യം മഞ്ഞ കളറൊക്കെ ആയ ഒരു ഇതായി. അതൊന്നും വെറുതെ ഒന്ന് വലിച്ചാൽ പറിച്ചു പോകും, അതൊന്ന് വൃത്തിയാക്കേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വൈകുന്നേരം ഉഷാറാവുകയെന്ന് വെച്ചാൽ മുറ്റത്തേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് എന്താവുക അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഇതിലിപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല അവിടെ കിടക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ. സമയം അത്യാവശ്യം 11:30-12 മണിയോടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് വേപ്പിൻ്റെ ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഹാപ്പി. അപ്പോൾ അങ്ങനെ നേരെ അടുക്കളയിലേക്ക് കുക്കറും സ്റ്റോർ റൂമിൽ പോയി കുക്കർ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ പരിപ്പ് എടുത്ത് വെച്ച് സാമ്പാറും അവിയലും പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. ഒരു അച്ചാറ്, പപ്പടം, അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഒരു സേമിയ പായസം. ഇത്രയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോക്കിയപ്പോൾ അതാ പരിപ്പ് അതിലെടുത്ത് വെച്ച് പിന്നെ ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് വെച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ മല്ലിയില ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ചേട്ടൻ എപ്പോഴും ഒരു കവറിലാക്കി വയ്ക്കുക, അത് ചീഞ്ഞു പോട്ടാം. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കേടാവില്ല. ആ ടിന്നിലൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒരു ടീസ്പൂണൊക്കെ വെള്ളം മതി. ഇങ്ങനെ വെച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നീർത്തി വെക്കണം, ചെരിഞ്ഞ് വീഴാനും പാടില്ല. അപ്പോൾ അതിങ്ങനെ കേടുകൂടാതെ ഇരിക്കും. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. മത്തങ്ങ അരിഞ്ഞ് പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിക്കാനായിട്ടാണ്. നന്നായിട്ട് ഉടച്ചാലേ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ചേട്ടൻ നാളികേര വെള്ളത്തിന് ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഒഴിച്ചിക്കാട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കഷ്ണം കായം കൂടി ഇട്ടു. കായത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഒരു കഷ്ണം കായം കൂടി ഇട്ട് കണ്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ കഷ്ണം അവിയലിൻ്റെ കഷ്ണം ഒരുമിച്ച് അരിയാന്ന് വെച്ച് രണ്ടും കൂടി എടുത്ത് വെച്ചു. അപ്പോഴാണ് മാങ്ങ കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഉലുവ മാങ്ങ ഇടാമെന്ന് വിചാരിച്ചു. ഉലുവ മാങ്ങ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം വച്ചിട്ടെടുക്കാൻ ഞാൻ പാടുള്ളൂ കേട്ടോ. ഇത് പക്ഷേ നിവൃത്തിയില്ലല്ലോ നമുക്ക്. ഇവിടെ അച്ചാറുണ്ടാക്കി വെച്ചാൽ വേഗം ചിലവാകും. അങ്ങനെ ഉലുവമാങ്ങ എപ്പോഴും ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുക്കേണ്ടത്, ചതുര പീസുകളായിട്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം നാട്ടുമാങ്ങ ഇത്തിരീച്ച അതിൻ്റെ മാങ്ങണ്ടി മുറുകി വരുന്ന ഒരു പ്രായത്തിൽ 4-5 ഒക്കെ ആക്കിയിട്ട് മുറിച്ച്
അങ്ങനെ എടുക്കും കേട്ടോ. അപ്പോൾ അത് ഉപ്പ് പുരട്ടി ഞാൻ വെയിലത്തേക്ക് വെച്ചു, ഒന്ന് വാടിക്കോട്ടെ വെച്ചിട്ട്. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇവനിപ്പോൾ ശ്രീകുട്ടനിപ്പോൾ ഇത്തിരി എരിവുള്ള സാമ്പാറൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു. പിന്നെ ചുമന്നുള്ളി ഇടാനായിട്ട് മറന്നു. അപ്പം ഞാൻ ഒരു കുഞ്ഞ് സവോള എടുത്ത് അരിഞ്ഞ് ചേർക്കാനാണ് ചെയ്തത് കേട്ടോ. അതങ്ങനെ അടുപ്പത്ത് വെച്ചു. പിന്നെ അവിയലിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു. ചേനയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും പിന്നെ അവന് ഞാൻ അവിയലും സാമ്പാറൊക്കെ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് മതി എന്ന് പറഞ്ഞു, ചിക്കനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ഏതായാലും അവ ആഗ്രഹിച്ചതല്ല, കഷ്ണം അധികമില്ലെങ്കിലും ഉള്ളത് വെച്ചിട്ട് ഞാൻ അവിയലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചു. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അപ്പോഴേക്കും വിസിലടിച്ചിട്ടുണ്ടായിരുന്നു, അത് മാറ്റി വെച്ചു. ചീനിച്ചട്ടി എടുത്ത് വെച്ച് നമ്മുടെ കഷ്ണങ്ങളൊക്കെ അതിലേക്കിട്ട് ഉപ്പിട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ പാകത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ, പാകത്തിനുള്ളതെന്ന് പറയുക കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇടാം കേട്ടോ. ശരിക്കും അവിയലിൽ ഇത്തിരി മുളക് പൊടിയൊക്കെ ഇടും, എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അതവിടെ വേവിക്കാനായിട്ട് വെച്ച് അത് കഴിഞ്ഞ് പിന്നെ കുക്കറെടുത്ത് അതിൻ്റെ വിസിൽ അങ്ങോട്ട് കളഞ്ഞു. ഒറ്റയടി അടിച്ച് അപ്പം തന്നെ തുറക്കണം കേട്ടോ, അല്ലെങ്കിൽ വെണ്ടക്കായൊക്കെ പായസമായി പോവും. പിന്നെ മത്തങ്ങയും പരിപ്പും കൂടി വേവിച്ച് വെച്ച് നന്നായിട്ട് ഉടച്ചിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു കേട്ടോ. ഈ കിഴക്കമുളക് ഉണ്ടല്ലോ അത് നന്നായിട്ട് കീറിയിട്ടുണ്ടെങ്കിൽ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനിടയ്ക്ക് തുണികൾ മുകളിൽ വിരിക്കാനായിട്ട് പോയതാണ്, വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നല്ല തലവേദനയുണ്ട്, ഇപ്പോഴും കുറവുണ്ടെന്നേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും എനിക്ക് അവിടെ പോയി കിടക്കാൻ തോന്നാം. അത് കാരണം കൊണ്ട് ഞാൻ ക്യാമറയൊന്നും എടുക്കാണ്ടാണ് തുണികൾ പോയി വെളുത്തിടാൻ തുടങ്ങിയത് കേട്ടോ. ഇന്ന് വെയിൽ കണ്ട കാരണം എല്ലാ തുണികളും ഉണക്കിയെടുത്തു. ശനിയാഴ്ച ഞാൻ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിയില നിറയെ സാമ്പാറിലേക്ക് ഇട്ടു, തിളച്ചു അത് കേട്ടോ. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അരപ്പ് തയ്യാറാക്കാമെന്ന് വെച്ചു. സാമ്പാർ പിന്നെ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ അതാ ഒരു മിക്സി എടുത്ത് വെച്ച് 2 പിടി നാളികേരം അതിലേക്കിട്ട് കുറച്ച് അവിയലല്ലോ ഉള്ളൂ, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, പിന്നെ ഞാൻ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചേർക്കും കേട്ടോ. വെളുത്തുള്ളി ചിലവർക്ക് ഇഷ്ടമില്ലാത്തത് ചേർക്കണ്ട, പക്ഷേ എനിക്ക് അതും കൂടി ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നുന്നത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ചെറിയ ജാറ് ചേട്ടൻ ശരിയാക്കാൻ കൊണ്ടുപോയിട്ട് ഒരാഴ്ചയായി കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോഴേ ചില കൂട്ടുകാരെങ്കിലും വിചാരിക്കിട്ട് ഞാൻ ചേട്ടനെ കുറ്റം പറയേണ്ടത്, ഒരു വിശേഷം പറയണതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോണത്. അതിപ്പോൾ ഒരാളുടെ കുറ്റമായിട്ട് പറയണതൊന്നല്ല, അതിലെന്താ ഇത്ര കുറ്റമൊക്കെയുള്ള. നമ്മളിപ്പോൾ ഭാര്യ ഭർത്താവുമ്പോൾ അങ്ങനെയൊക്കെ പറയില്ല. അപ്പോൾ ചെറിയ ചെറിയ തമാശകൾ പോലെ ഞാനത് പറയണമെന്ന് മാത്രം. അതിനിടയ്ക്ക് ഇത് അരപ്പ് ചേർത്ത് ഇത്തിരി മോരും കൂടി ചേർത്ത് മൂടി വെച്ചു. ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു മൂടി വെച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ വയ്ക്കാൻ അറിയുന്നതാണ്, നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ഏറെക്കുറെ. പക്ഷേ പുതിയതായിട്ട് വരുന്ന കുട്ടികളുണ്ട്, അറിയാത്തവരുണ്ട് എന്ന് എനിക്ക് അറിയണതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഇത്തിരീശെങ്കിലും ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയും കടുകും വറ്റൽമുളകും ഒക്കെ ഉലുവ ഇട്ട് പൊട്ടി കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ കൂടി വറുത്ത് സാമ്പാറിലേക്ക് ചേർത്ത്. അപ്പോഴേക്കും ഇതാ നമ്മൾ സേമിയ ഉണ്ടാക്കി അവിടെ തുടങ്ങിയിട്ടോ. പാത്രം വെച്ച് വറുത്ത സേമിയായിരുന്നു, എന്നാലും ഒന്ന് ചൂടാക്കി അതിലേക്ക് പാല് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചസാര അപ്പം തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് കുറുതായി വന്നിട്ടാണ് പിന്നെ ഇനി ഏലക്കായ പൊടിച്ച് ചേർക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വലിയ ജാറായ കാരണം കൊണ്ട് തന്നെ അതിൽ ഇത്തിരി കൂടുതൽ പഞ്ചസാര ഇട്ടപ്പോഴാണ് ഏലക്കായ പൊടിഞ്ഞത്. അതും കൂടി ഇട്ട് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ അതാ വേറൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് പകുതി വറവായപ്പോൾ നമ്മുടെ മുന്തിരി കൂടി ഇട്ട് കൊടുത്തിങ്ങോട്ട് വറുത്ത് നമ്മൾ അതിലേക്ക് ചേർത്തു. പിന്നെ ഞാൻ 1 ലിറ്റർ കൂടി പാൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് തിളപ്പിച്ചു കേട്ടോ. എന്നിട്ടും ഒക്കെ കട്ടയാവുക തന്നെയാണ് ചെയ്തത്. എന്തോരം പാലൊഴിച്ചാലും അത് കട്ടയാവുമല്ലോ, സേമിയയുടെ ഒരു പ്രത്യേകത. അപ്പോഴേക്കും ഒരാൾ സ്മെല്ലടിച്ച് വന്നുങ്ങാട്ട് അത് കഴിച്ചു. നമ്മുടെ മാങ്ങ എടുത്തുകൊണ്ട് വന്നത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് ഉലുവ മാങ്ങയാക്കണ്ടേ. അപ്പോൾ അതാ ഉലുവ മാങ്ങ അളവെന്ന് വെച്ചാൽ 100 മുളക് പൊടിക്ക് 50 ഉലുവ വേണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഉലുവ പൊടിച്ചതും മുളക് പൊടിയും ഉപ്പും പിന്നെ മുന്നേ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ എണ്ണ ചൂടാക്കി വെച്ചു. പിന്നെ ഞാൻ മുഴുവനായിട്ടുള്ള മുളകുണ്ടല്ലോ നമ്മുടെ ചില്ലി ഫ്ലേക്സ് നന്നായിട്ടൊന്നും കൂടി പൊടിച്ച് അതൊന്നും വറുത്തിട്ട് വേണം കേട്ടോ പൊടിച്ച് ചേർക്കാൻ. ഒരു തരിതരിപ്പ് ഉണ്ടാകുമ്പോൾ കാണാൻ ഇത്തിരി ഭംഗിയാണ്. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്തു. ശരിക്കും ഇത് ഇങ്ങനെ വെച്ച് കുപ്പിയിലാക്കി നമ്മുടെ ഇല വാട്ടി അതിൻ്റെ മുകളിലാക്കിയിട്ട് ഇത്തിരി ചൂടായ എണ്ണയും കൂടി മുകളിൽ ഒഴിച്ച് അങ്ങനെ 1 മാസമെങ്കിലും വെച്ചിട്ട് ഉപയോഗിക്കുകയാണ് ഈ അച്ചാർ അടിപൊളിയാവുക. അപ്പം അങ്ങനെ വെക്കാൻ പറ്റണവർ അങ്ങനെ വെക്കുകയാണ് നല്ലത്. ഇപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ കുറച്ച് പകുതി എടുത്ത് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പിറന്നാളുകാരൻ വന്നിരുന്നു. അപ്പോൾ ഇല വെട്ടി ഒന്ന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് സാമ്പാറും പപ്പടവും അച്ചാറും അവിയലും
കൂട്ടി ഞങ്ങളങ്ങനെ എല്ലാവരും ആദ്യത്തെ ഇല്ലല്ലോ കുറച്ചും കൂടി തുണി അവിടെ വിരിച്ചിടാനിട്ടുണ്ട് കേട്ടോ. എപ്പോഴെപ്പോഴും മഴക്കാർ വെക്കലും വെയിലും മാറി മാറി ഉദിക്കണം. കാരണം ഇത് ഒരുവിധം ഉണങ്ങിയ തുണികളായ കാരണം പിന്നെ എടുത്തിട്ടില്ല. നമ്മൾ എടുക്കുമ്പോൾ നനഞ്ഞ് തുടങ്ങിയതൊക്കെ കൂട്ടി എടുക്കുമല്ലോ, അപ്പോൾ ഇത് ബുദ്ധിമുട്ടാവുമല്ലോ വെച്ചിട്ട് ഞാൻ ഇത് ഇടാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ വേറെ പാത്രത്തിലേക്കൊന്നും ഞാനൊന്നും പകർത്തിയില്ല കേട്ടോ. ആ പാത്രം കൂടി കഴുകാനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും ചേട്ടനും ആദ്യത്തെ ജോലിയുണ്ട് കേട്ടോ. ശ്രീകുട്ടനും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിച്ചു. വലിയ പ്രത്യേകതകളൊന്നുമുള്ള സദ്യയൊന്നുമല്ല, സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ കുറേ നേരമൊക്കെ ഒന്ന് കിടന്നു. പിന്നെ ശ്രീകുട്ടൻ്റെ റീൽസ് കണ്ടു നോക്കിയോളൂ കേട്ടോ കൂട്ടുകാർ, അതൊക്കെ ഉണ്ടാക്കി അത് അപ്ലോഡ് ചെയ്തു. പിന്നെ എനിക്ക് കിടന്നിട്ട് സമാധാനം കിട്ടില്ല. ഇവിടെ ഒന്നും മുറ്റടിച്ചിടാണ്ടേ മഴ മാറി കഴിഞ്ഞപ്പോൾ ആകെ ഒരു വൃത്തികേടാണ്. അപ്പോൾ ബാക്കിലെ ഭാഗവും മുറ്റടിച്ചു. പിന്നെ അവിടെ തീയിടാനുള്ളതൊക്കെ ചേട്ടൻ അവിടെ ഇരുന്ന് തീയിടുണ്ട് കേട്ടോ. ഞാനിവിടെ ഫ്രണ്ടിലെ ഭാഗം വന്ന് മുറ്റടിച്ചു. ബാക്കിലെ ഭാഗത്ത് പിന്നെ എല്ലായിടത്തും പുല്ലൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മാറ്റമുണ്ട്. വേനൽക്കാലമായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേനെ. അടുത്ത ആഴ്ച വെയിലുണ്ടെങ്കിൽ എന്തായാലും അടിച്ചിടണം. ചെടികളൊക്കെ ഞാൻ എടുത്ത് താഴത്തോട്ട് വെച്ചു കേട്ടോ. ചില ചെടികൾ മഴ വല്ലാണ്ട് കൂടുമ്പോഴേ കേടായി പോണ ഒരു ഫീല് ചെറുതായിട്ട് എൻ്റെ ഒരു വാട്ടൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ ചവിട്ടുപൊടി എനിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് വെള്ളം അധികമായാലും ചീഞ്ഞു പോലും. ചെടിച്ചട്ടിയിലുള്ള ചെടികൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ചേട്ടൻ്റെ അവിടെ ഞാൻ കുറേയൊക്കെ കച്ചറകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കത്തിക്കുകയാണ്. പുല്ല് വേണ്ട, നല്ലോണം ഉണങ്ങിയിരിക്കുന്നു. മുറ്റടിച്ചു. പിന്നെ പുല്ല് പറിക്കാനുള്ള ആരോഗ്യം ആയിട്ടില്ല. പിന്നെ കുറച്ച് കിച്ചൺ ടവലൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു, അത് കഴുകിയിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. നമ്മൾ 1-2 ഉപയോഗിച്ച് അത് ഇത്തിരി ഇതാവുമ്പോഴേക്കും അടുത്തത് നല്ല ഉണങ്ങി കിട്ടിയാലാണ് എനിക്കിഷ്ടമുള്ളത്. അപ്പം അത് കാരണം അതൊന്ന് കഴുകാനായിട്ട് വെച്ചു. പിന്നെ അത് വിരിച്ചിടാൻ ചെന്നപ്പോഴാണ് നമ്മുടെ കൈപ്പയ്ക്കാമ പൂവൊക്കെ ഉണ്ടായത് കണ്ടത്. മഴ അടിച്ച് പോയിക്കാ ഒന്നും കാര്യം നടക്കില്ലേ. അത്ര വലിയ ആ പടവല കൃഷി നട്ടത് വരെ ആ പാടത്ത് പോയി. അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നും നടക്കില്ല. ഇത് ഇവിടെ പുറത്തുനിന്ന് മഴ അടുപ്പിച്ച വിട്ടു. അവിടെ പടകൽ കൃഷിയും വെണ്ടക്കായ കൃഷിയും കംപ്ലീറ്റ് പോയി പന്തൽ കെട്ടിയിട്ട്. പക്ഷേ ജൂൺ മാസത്തിലാണ് വിത്തുകളൊക്കെ പാകി തുടങ്ങേണ്ടതെന്ന് ഇന്നൊരു വീഡിയോ കണ്ടു കേട്ടോ. കുറച്ചും കൂടി വിത്തുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പം അതൊന്നും ഇന്ന് പറ്റിയില്ല. ഞാൻ അകത്ത് വയ്ക്കാനുള്ള ചെടിച്ചട്ടികളൊക്കെ ഇന്ന് മണി പ്ലാന്റൊക്കെ അതിൽ നട്ട് വയ്ക്കണമെന്ന് വിചാരിച്ച ദിവസമായിരുന്നു, സാധിച്ചില്ല. അപ്പോൾ അത് ഒക്കെ എടുത്ത് അകത്ത് കൊണ്ടുവച്ചു. പിന്നെ ഞാൻ ഈ വരാന്തി ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ടോ. നിറയെ അഴുക്കാണ്. മഴ പെയ്തിട്ട് ഇങ്ങോട്ട് ചാറിയിട്ടും പിന്നെ ചെടികൾ വെച്ചിട്ടും ഒക്കെ അങ്ങനെ ആകെ അഴുക്കാണ്. അപ്പോൾ എല്ലാ ചെടികളും ബാക്കിയുള്ളത് എടുത്ത് താഴ്ത്തി വെച്ചു. പിന്നെ വയ്ക്കണ ചെടികളുടെ അടിയിൽ പ്ലേറ്റ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലേറ്റ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ പോക്കിൽ വീണ്ടും വീണു. എന്താ പറയുക, ഇതിപ്പോൾ നിറത്തിലെ ജോമോളുടെ അവസ്ഥ. ഒരു തുള്ളി വെള്ളമാണ് കേട്ടോ അവിടെ ആകെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ തന്നെ പോയി കറക്റ്റായിട്ട് പോയി ചവിട്ടി അങ്ങനെ വഴിക്ക്. ഭാഗ്യത്തിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ വേദനകളൊന്നും വന്നില്ല. തലയ്ക്ക് വേദന ഉണ്ടല്ലോ, ഇനിയിപ്പോൾ കാലിന് വേദന വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഓരോരോ അബദ്ധങ്ങളാണ്. 2 ദിവസം മുന്നേ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ട് അത് മറന്നുപോയി. ലാസ്റ്റ് അതിൻ്റെ മുകളത്തെ മൂടി താഴത്തേക്ക് വീഴുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ചെന്നത്. അതേപോലെ 2-3 അബദ്ധങ്ങൾ ഇങ്ങനെ കുറച്ച് ദിവസമായി. എന്തോ ദൈവം വന്ന് രക്ഷിക്കണ പോലെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചെടികളൊക്കെ എടുത്തത് താഴ്ത്തി വയ്ക്കാൻ പോയപ്പോൾ ചേട്ടൻ വേഗം വന്നു കേട്ടോ. കണ്ടില്ലേ നമ്മുടെ വരാന്ത കിടക്കുന്നത് ആകെ അങ്ങോട്ട് നല്ല അഴുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അടിച്ച് കഴുകുക നിവൃത്തിയുള്ള, തുടച്ചെടുത്താലൊന്നും കാര്യമില്ല. ഒരു വട്ടം വീണ കാരണം കൊണ്ട് ഇതൊക്കെ അടിച്ച് കഴുകുമ്പോൾ എനിക്ക് നല്ലൊരു പേടിയുണ്ട് കേട്ടെന്ന്. അല്ലെങ്കിൽ അങ്ങനെ പേടിക്കാറില്ല, എനിക്കങ്ങനെ പേടി തോന്നുന്ന ആളല്ല. പക്ഷെ ഇന്ന് നല്ല പേടി തോന്നി. ഞാൻ വെള്ളമൊക്കെ അടിച്ച് തേച്ച് കഴുകി. പിന്നെ ആ കട്ടിലൊക്കെ ഒന്ന് ആകെ അഴുക്കായിട്ടുണ്ടായിരുന്നു, അതൊന്ന് തുടച്ചിട്ടു. ചേട്ടനൊപ്പം സഹായിച്ചു കേട്ടോ. വീഡിയോ എടുക്കണപ്പോൾ ആൾ മുന്നിലേക്ക് വരാണ്ട് എന്താ ഞാൻ പറഞ്ഞത് അത് കുഴപ്പമില്ല പോരെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾ വെള്ളം അടിച്ചു തന്നു. ഞാൻ ബ്രഷ് വെച്ചിട്ടാക്കി, പിന്നെ വൈപ്പർ വെച്ചിട്ട് വെള്ളം കളഞ്ഞു. പിന്നെ ചെടിച്ചട്ടിയുമൊക്കെ നിറയെ അഴുക്കാണ്, എന്നുവെച്ചാൽ മണ്ണിങ്ങനെ പറ്റിയേക്കാണ്. പിന്നെ നമ്മുടെ ചക്ക ഒരെണ്ണം വാടി വീണു കേട്ടോ. പക്ഷെ അതിൽ ആകെ 5 ചോളയും കൂടെ ആകെ ഉണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ നമ്മുടെ ആ ഒരു പ്ലാവ് അത്രയും കുഞ്ഞിതാണ് കേട്ടോ. ഇത്രയും പോകുന്ന ചക്ക ഉണ്ടാവാനുള്ള ആളാണ് ആ പ്ലാവ് ആയിട്ടുള്ളത്. വലുതാകുമ്പോൾ ഇത്തിരി കൂടി വലിയ ചക്ക ഉണ്ടാവുമായിരിക്കും. 2 ചക്ക കൂടെ നമുക്ക് എടുക്കുന്നുണ്ട്. ഇത് തന്നെ വീണതാണ് കേട്ടോ. പഴുത്ത് കഴിഞ്ഞപ്പോൾ വീണതാണ്. വാടി പഴുത്തതാണ് വെച്ചാൽ അതിൻ്റെ കടയമ ഇത്തിരി കേടുണ്ടായിരുന്നു.
ശരിക്കും കണ്ടില്ലേ ഏകദേശം എൻ്റെ ഉയരം എല്ലായിടക്കും ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇത്രയ്ക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അടുത്ത ചക്കമേത്തിരി കൂടി ചുളയുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. വെള്ളം കയറിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിന്, എന്നാലും അടിപൊളിയാണ്. പിന്നെ 5 മണിയായി ഏകദേശം. ഞാൻ പിന്നെ വേഗം പോയി തുണികളൊക്കെ എടുത്തുകൊണ്ട് മടക്കി വെച്ചു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത്.